ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അയില മുളകിട്ടതാണ് കേട്ടോ, കുറുകിയ ചാറോട് കൂടിയിട്ട്. അപ്പം നമുക്ക് വീഡിയോക്ക് പോകാം. അയില മുളകിട്ടത് വെക്കാൻ വേണ്ടിയിട്ടൊരു 5 അയില എടുത്തേക്കണം കേട്ടോ. അന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു വരച്ച് കൊടുക്കാം. ഇപ്പം അത് വരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അതല്ല മുഴുവനോടെ ഇട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അയില മുഴുവനായിട്ട് വെക്കുകയാണെങ്കിൽ ഓരോ വരഞ്ഞ് കൊടുക്കണം. അപ്പോഴാണ് അതിലേക്ക് മുളകൊക്കെ പിടിക്കുള്ളൂ. ഞാൻ ചെറിയ കഷ്ണമാക്കിയാലും അതിൽ ഇങ്ങനെ ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 5 അയിലയാണ് ചെറിയ കഷ്ണമാക്കിയിട്ട് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാധാ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഉള്ളത് തക്കാളിയാണ്. ചെറിയ തക്കാളി ആയി കാരണം 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് പിന്നെ വേറെ ആവശ്യമുള്ളത് കറിവേപ്പില 1 തണ്ട് വെച്ചിട്ടുണ്ട്. ഒരു 5-8 വെളുത്തുള്ളി നീളനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10-15ഓളം ചുവന്നുള്ളി ഇതുപോലെ വലുതാക്കി നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പാത്രത്തിൽ നമുക്ക് കാച്ചാനൊക്കെ ആയിട്ടുള്ളതുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളതെന്ന് എല്ലാത്തിലും ഞാൻ കുടപ്പുളിയാണ് ചേർക്കാറ്. ഈ പ്രാവശ്യം നമ്മൾ പുളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മീൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. എടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിലേക്ക് ഞാൻ നേരത്തെ നന്നാക്കി വെച്ച മുഴുവൻ ഉള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വാടിയാൽ മതി, ജസ്റ്റ് ഒന്ന് വാടണം. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേ കുറേശ്ശായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. അധികം നമുക്ക് വാടി നല്ല തോന്ന കളറൊന്നും ആവണ്ട. അപ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരണം കേട്ടോ. അപ്പം നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് കൊടുക്കുക. പിന്നെ അതിൽ വെള്ളം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പൊട്ടി നിൽക്കുന്നത്. അപ്പോൾ തക്കാളി ഒന്ന് വാടി വരട്ടെ. തക്കാളിയൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായി വാടി ഇങ്ങനെ കുഴഞ്ഞ പരുവൊന്നും ആവണ്ട, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാടി മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. അപ്പോൾ എല്ലാ പൊടികളും ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊടികൾ എപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നായി കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. വെറുതെ ഒന്ന് ചൂടായി മതി, അല്ലാതെ കറക്കൊന്നും വേണ്ട. വെറുതെ ഒന്നൊരു ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമല്ലോ, അതിന് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പൊടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ കരിയൊന്നും വേണ്ട. നമുക്ക് ഈ പരിവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. ഇനി നന്നായി ഇതൊന്ന് ചൂടാറി വരണം കേട്ടോ. പൊടിയല്ലാതെ നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതേ പുളി പിഴിഞ്ഞ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ജാറിലേക്ക് നമ്മുടെ ഈ കൂട്ടൊന്ന് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് എല്ലാ പൊടികളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ വറുത്ത് വെച്ച പൊടി. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഒരുമിച്ചിട്ട് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതിലത്തെ ശരിക്കും നന്നായി ഉപ്പ് പുളിയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ വെള്ളത്തിൻ്റെ പകരം ഈ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് വെള്ളമാണ് ആദ്യം ഒഴിച്ചിട്ട് നമ്മൾ അരയ്ക്കണുള്ളൂ. പിന്നെ നമുക്ക് പുളി വേണമെങ്കിൽ നമുക്കത് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം. അരപ്പൊക്കെ ഞാനിത് ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലെന്താ മിക്സ് നമ്മൾ കഴുകിയിട്ട് വെള്ളം വെക്കുമല്ലോ, അപ്പോൾ അതിൽ 1/2 ഗ്ലാസ് വെള്ളവും ആക്കിയിട്ട് മിക്സിയുടെ ഉള്ളൊക്കെ നമുക്ക് അരച്ചതൊക്കെ പോരാൻ വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ ശരിയാക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും മീൻ കറിയിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്. കറികൾക്കൊക്കെ ഓയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണം ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ കറി വയ്ക്കുമ്പോൾ. അപ്പോഴാണ് കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
വെളിച്ചെണ്ണയൊക്കെ ചൂടായി തുടങ്ങിയിട്ട് ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് നന്നാക്കി വെച്ച നേരത്തെ അരിഞ്ഞ് വെച്ച ഒരു പിടോളം ഉണ്ടാവും ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി നമുക്ക് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്ക് ഇളക്കിയൊക്കെ കൊടുക്കാം. കരിഞ്ഞ് പോകാണ്ട് നന്നായി നല്ല പറയാ ചുവന്ന കളർ തന്നെ ആയിട്ട് വരണം. അതിന് ശേഷം നമ്മുടെ അരപ്പൊക്കെ അതിൽ ചേർക്കാൻ പറ്റുള്ളൂ. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വാടി തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒന്നും കൂടി നമുക്ക് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി അല്ലാതെ നല്ല പോലെ മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വരണുള്ളൂ കേട്ടോ. ഈ മൊരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ഒരു മണം, നല്ല മണം വാസന കേട്ടോ. നമുക്ക് അടുക്കളയ്ക്ക് നമ്മൾ കൂട്ടാൻ പറ്റുന്നത് 2-3 വീട് അപ്പുറം ഉണ്ടാവുമെന്ന് പറയാം. അപ്പോൾ അത്ര നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിക്കും കിടന്ന് മൊരിയുന്നതിൻ്റെ ഒരു വാസന ഇതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളി എല്ലാതും മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, തീ നന്നായി കുറച്ചിട്ട് നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അരപ്പൊക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് എണ്ണ തെളിഞ്ഞ് വരണ വരയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിത് എണ്ണയ്ക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ പുളിയൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇപ്പോൾ പുളിയൊന്നും ചേർക്കാത്ത കേട്ടോ. ഇനി നമ്മൾ തിളച്ചതിന് ശേഷം പുളി പോരെങ്കിലേ നമുക്ക് പുളിയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടോ. പിന്നെ നമുക്ക് ഈ വാളംപുളി കൂടാണ്ട് മാങ്ങിയിട്ട് വയ്ക്കാം. കുടപ്പുളി ഇട്ടിട്ടും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കറി റെഡിയാക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ചു വയ്ക്കാം. തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ചിട്ടുണ്ട് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്നു നോക്കാം. അതായത് മൂടിയൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് പുളിയും ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം. അപ്പം ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. കറിയിൽ ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മീൻ ഇങ്ങനെ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിലെപ്പോഴും വെള്ളം ഒഴിക്കാൻ. എന്നാലാണ് അത് ചാറ് കുറുകി വരുമ്പോൾ നമുക്ക് മീനും വേവാനും ഉള്ള വെള്ളം ഉണ്ടാവും. ചാറ് കുറുകി വരുമ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതായത് നമ്മുടെ മീനൊക്കെ നന്നായി മുങ്ങി കിടക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. നമുക്ക് മീൻ കറി എന്തായെന്നൊക്കെ നോക്കാം കേട്ടോ. തുറന്നൊക്കെ നോക്കാം. നമ്മുടെ മീൻ കറി വറ്റി കുറുക്കി നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് അപ്പം അതേ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. അതിനാണ് പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് തുണ്ട് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പം ഞാനൊരു കറിക്കൊരു പ്രത്യേക ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് ഒരു തളം വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ വേറെ പ്രത്യേകിച്ച് കാറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.